Allahu Akbar, Allahu Akbar, Allahu Akbar, La ilaha illallah, Allahu Akbar. ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പെരുന്നാൾ വ്ളോഗാണ്. കാസർഗോട്ടെ പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ നാട്ടിലുണ്ടെങ്കിലും മാംഗ്ലൂരിലുണ്ടെങ്കിലും ഞങ്ങളിപ്പോഴും തറവാട്ടിൽ പോകാറുണ്ട്. ചിലപ്പോൾ തലേന്ന് തന്നെ പോകും, അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ് പോകാറുള്ളത്. ഇപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഏജ് ഹോസ്പിറ്റലാണ് കേട്ടോ ഇത്, മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം അടുത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻ്റ് ഉള്ളത്. ഇപ്പോൾ തറവാട്ടിൽ ഞങ്ങൾ ആദ്യം തറവാട്ടിൽ പോയിട്ട് പിന്നെ ഇവിടെ നിന്ന് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് എൻ്റെ വീട്ടിൽ പോകാറുള്ളത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി ഇപ്പോൾ അവിടെയാണുള്ളത്. 2 ദിവസം മുന്നേ വേറെന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലക്കള എന്ന് പറയും ഈ ഒരു നാട്. ഒസങ്കാടിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു നാടും വീടും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുമ്പത്തെ ഒരു എൻജോയ്മെൻ്റ് ഒന്നും ഇപ്രാവശ്യം ഇല്ലായിരുന്നു. പെരുന്നാളിന് മുമ്പൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു പോകും, പക്ഷേ ഇപ്രാവശ്യം എല്ലാം കുറവായിരുന്നു. പിന്നെ അടുത്ത വീട്ടിൽ ഞങ്ങളൊക്കെ പോയി അവരിങ്ങോട്ടും വന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അവിടുത്തെ രീതി എന്ന് പറയുന്നത് കാസർഗോഡൻ ആ ഒരു സൈഡൊക്കെ ഇങ്ങനെ ഒരുപാട് അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. പെരുന്നാൾ അപ്പം എന്ന് പറഞ്ഞിട്ട് കുറേ വെറൈറ്റി ഡ്രൈ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ വീട്ടിലൊക്കെ കുറേ തരം അപ്പങ്ങളുണ്ടായിരിക്കും, കുറേ വീട്ടിലൊക്കെ 2-3 അപ്പങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ വീട്ടിലും ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അത് കുറേ മുമ്പേ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളായിരിക്കും. ഒരു 10 ദിവസം 15 ദിവസം മുന്നേ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. ഇത് കുറേ നാളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം, കേടുകൂടൊന്നുമില്ല. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് തറവാട്ടിലൊക്കെ, നാട്ടിലുള്ളപ്പോൾ തറവാട്ടിലാണല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കാറില്ല. തറവാട്ടിൽ വരുമ്പോൾ അവിടെയൊക്കെ ഉണ്ടാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ഇയർ ബാംഗ്ലൂർ ആയിരുന്നു, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ലാസ്റ്റ് ഇയർ ചെയ്തതാണ്. അപ്പോൾ ഇതിനെ ഞങ്ങൾ ചട്ടിപ്പത്തലെന്ന് പറയും. അപ്പോൾ ഇതൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു അപ്പമാണിത്. ചട്ടിപ്പത്തലെന്ന് പറയും, ബാട്ടിപ്പത്തലെന്ന് പറയും. അപ്പോൾ ഇത് 2 രീതിയിലും ചെയ്യുന്നുണ്ട്. പച്ചമുളകും ഇഞ്ചിയും അങ്ങനെയൊക്കെ ചേർത്തിട്ടും ചെയ്യുന്നുണ്ട്, അല്ലാത്ത ഈ ഒരു രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു അപ്പമാണിത്, ചട്ടിപ്പത്തലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഇത് മുമ്പ് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി ഒരുപാട് ഉണ്ടാക്കിയിട്ടൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഇത് കാജയാണ്, മടക്കപ്പം. അപ്പോൾ ഇങ്ങനെയുള്ളത് ചെയ്യുന്നതിനേക്കാൾ ഇവിടെയൊക്കെ സിറോട്ടി എന്ന് പറഞ്ഞിട്ട് ഇത് കുറച്ച് ചെറുതായിട്ട് സിറോട്ടി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട്. പിന്നെ ഈ ഒരു അപ്പം എന്ന് പറയുന്നത് ബലയപ്പം എന്ന് പറയും. ഇത് കൂടുതലും മഞ്ചേശ്വരം ആ ഒരു ഭാഗത്താണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് കൂടുതലും എൻ്റെ മലപ്പുറം ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ ഒരു അപ്പത്തിനെ കുറിച്ചിട്ടൊക്കെ.
പിന്നെ ഇത് പൊരിയപ്പം ഞാൻ ലാസ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഉണ്ടാക്കി വെക്കണമെങ്കിൽ കുറേ തരം അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരുപാട് മെനക്കെടാറുണ്ട് കേട്ടോ. എല്ലാവരും ഒരുപാട് മെനക്കെട്ടിട്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കാറുള്ളത്. പിന്നെ കട്ലാച്ച്, അപ്പോൾ ഇതെല്ലാവരും കൂടുതൽ ഉണ്ടാക്കാറുണ്ട് ഈ ഒരു കട്ലാച്ച്. അപ്പോൾ ഇത് നല്ല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് പിന്നെ കുറേ നാൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ കഴിക്കാനായിട്ടൊക്കെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ടൊക്കെ നല്ല രസമാണ് ഈ ഒരു അപ്പമൊക്കെ. അപ്പോൾ ഇതും ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ പഴംപൊരി, ഞങ്ങൾ ബേക്കാച്ചി എന്ന് പറയും. ഇതൊക്കെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഉണ്ടാക്കി വെക്കും. പിന്നെ അതുപോലെ അരി വെച്ചിട്ട് തന്നെ മധുരക്കിഴങ്ങുണ്ടല്ലോ, അത് വെച്ചിട്ടും ചെയ്യാറുണ്ട്, കേങ്ങാച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ കിഴങ്ങ് ബജ്ജി ഉണ്ടാക്കുന്നല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റാണ് അരി വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നത്. ഞാൻ ഒരിക്കലും ചെയ്യാം, കേങ്ങാച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ഡിഫറെൻ്റാണ് അരി വെച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെ മസ്റ്റാണ് കേട്ടോ പെരുന്നാളിനൊക്കെ. ഇതൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇതൊക്കെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഉണ്ടാക്കി വെക്കും. പിന്നെ ഈ ഒരു അപ്പം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നെയ്ക്കോലെന്ന് പറഞ്ഞിട്ട്, മുമ്പത്തെ പെരുന്നാളിന്. പിന്നെ അതുപോലെ വേറൊരു രീതിയിലും ചെയ്യാറുണ്ട്. മുട്ട കുറേ കൂടുതൽ ചേർത്തിട്ട് കുപ്പിയുടെ അടപ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു മൂൺ ഷേപ്പിലാക്കിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. ഈ ഒരു സെയിം മെത്തേഡല്ല മെഷർമെൻറ്റ്, മുട്ട കൂടുതൽ ചേർക്കും. അത് ഞാൻ ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ, അത് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ കുഴലപ്പം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അപ്പങ്ങളുണ്ട് ഇവിടെ. പിന്നെ കൊട്ടാച്ചി എന്ന് പറഞ്ഞിട്ട് കാഷ്യൂനട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് ഇതുപോലെ. പിന്നെ ഈ ഒരു രീതി തന്നെ ഈന്തപ്പഴം വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്, കൊട്ടാച്ചി, പിന്നെ അതുപോലെ ഈത്തപ്പഴം കാച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇത് ഈ ഒരു ചക്കളി പണ്ട് മുതലേ ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. ഇവിടെ എൻ്റെ വീട്ടിൽ മാമ ഉണ്ടാക്കാറുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഉമ്മ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഈ ഒരു ഹോം മെയ്ഡ് ചക്കളി ഉഴുന്നൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ മുമ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമ്മയും ബ്രദറിൻ്റെ വൈഫൊക്കെ കൂടിയിട്ടൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവം, ചക്കളി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ വാങ്ങുന്നതും ഇതും നല്ല ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതും എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പെരുന്നാളുടെ സമയത്തും. പിന്നെ ഉച്ചക്കുള്ള ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബിരിയാണി അല്ലെങ്കിൽ ഗീ റൈസ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് ഇങ്ങനെ അടുപ്പിൽ കനലിട്ടൊക്കെ ചെയ്യുന്ന കൽത്തപ്പം, ഇതും എൻ്റെ വീട്ടിൽ പെരുന്നാളുടെ സമയത്തല്ല കേട്ടോ, ഇത് കൂടുതൽ ഞങ്ങളുള്ളപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതും ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പെരുന്നാളപ്പങ്ങളും പെരുന്നാൾ വിശേഷങ്ങളും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.